കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവേഴ്സ് തമ്മിൽ സംഘർഷം. ഒരാൾക്ക് പരിക്കേറ്റു. പാലപ്പെട്ടി അൽഫാസ ആംബുലൻസ് ഡ്രൈവർ അണ്ടത്തോട് വീട്ടിൽ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സൂരജ് സജ്ജിയുടെ വിവരങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്തിന്റെ പേരിലായിരുന്നു ഈ തർക്കം, ഈ കയ്യാങ്കളിയൊക്കെ? വിവരങ്ങൾ സൂരജ്. ഉന്മേഷ്, ഇരുവരും തമ്മിൽ ഏറെക്കാലമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇന്നലെ വൈകുന്നേരം വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇവർ ഈ കുന്നംകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നു. അവിടെ വെച്ച് ഇരുവരും കണ്ടുമുട്ടുകയും പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്കും വാക്കുതർക്കം സംഘർഷത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ 7:30യോടുകൂടിയാണ് ഈ ആക്രമണം നടക്കുന്നത്. അണ്ടത്തോട് സ്വദേശിയായിട്ടുള്ള മുസ്തഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആംബുലൻസ് ഡ്രൈവർ നിസാറിനെ ആക്രമിച്ചത് ഹനീഫ എന്ന് പറയുന്ന ആംബുലൻസ് ഡ്രൈവർ ആണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. മലങ്കര ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത്. ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ഈ ആംബുലൻസിനുള്ളിൽ രോഗികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. രോഗികളിരിക്കെ ഈ ആംബുലൻസ് നിർത്തുകയും പിന്നീട് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുകയുമായിരുന്നു. പരിക്കേറ്റ ഹനീഫയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ കുന്നംകുളം പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.